കോൺഗ്രസിലെ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുക എന്ന ഭീമമായ കർത്തവ്യത്തിലാണ് ഇന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. പാർട്ടിക്കുള്ളിൽ ഇടതിന്റെയും BJPയുടെയും ചാരന്മാർ നുഴഞ്ഞുകയറി എന്ന ആകുലത കോൺഗ്രസ് പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. അത്തരക്കാരെ കണ്ടെത്താനുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കെ തന്നെ ചിലരുടെ പേരുകൾ ചാരന്മാരാണ് എന്ന രീതിയിൽ ചാപ്പകുത്തപ്പെടുകയും ചെയ്തു. ആ ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ മുൻ MPയും MLAയും ഒക്കെ ആയിരുന്ന TN പ്രതാപന്റെ പേര് കൂടി കടന്നു വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് KPCCയിലേക്ക് പരാതികളുടെ പ്രവാഹമാണ്. പാർട്ടി വേദികളിൽ നിന്ന് പ്രതാപനെ മാറ്റി നിർത്തണമെന്നാണ് നിലവിലെ ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നിൽ പ്രതാപനാണെന്നും പരാമർശമുണ്ട്. പ്രതാപനെ മാറ്റി നിർത്തിയില്ല എങ്കിൽ പാർട്ടി വേദികളിൽ നിന്ന് ബഹിഷ്കരണമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നാളെ തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന കോൺഗ്രസ് ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് പ്രതാപനെ മാറ്റണമെന്നും ആവശ്യമുണ്ട്. തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുന്നത്. തൃശ്ശൂരിലെ തോൽവിയുടെ കാരണമന്വേഷിക്കാൻ അന്വേഷണ സമിതി രൂപീകരിച്ചിരുന്നു. എന്നാൽ സമിതി ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തി കൂടിയാണ് TN പ്രതാപൻ. പ്രതാപനോടൊപ്പം മുൻ DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരും മുൻ UDF ജില്ലാ ചെയർമാനായിരുന്ന MP വിൻസെന്റും എന്നിവർക്കെതിരെയും എല്ലാം തന്നെ പരാതികളുണ്ട്. TN പ്രതാപനെതിരെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ചയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപാണ് TN പ്രതാപനെതിരെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ കോഴിക്കോട് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ചതിയൻ പ്രതാപനെ മലബാറിന് വേണ്ട എന്നെഴുതിയ ബോർഡുകളാണ് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് ഫ്ലെക്സ് പ്രചരിച്ചത്. TN പ്രതാപന് കോഴിക്കോട് അടങ്ങുന്ന മലബാറിന്റെ ചുമതല നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പോസ്റ്ററുകൾ ഇറക്കിയത്. സംഭവത്തിൽ മലബാറിലെ കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും അമർഷമുള്ളതായി തന്നെ അതിനെ തുടർന്ന് റിപ്പോർട്ടുകളും വന്നു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തിന്റെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ്. തൃശൂർ RSSന് കൊടുത്ത നയവഞ്ചകനാണ് പ്രതാപനെന്നും ഫ്ലെക്സിൽ ആരോപിക്കുന്നുണ്ടായിരുന്നു. സംഘപരിവാർ ഏജന്റായി പ്രവർത്തിക്കുകയും പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തതെന്നും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഗൾഫ് ടൂർ നടത്തി ബിനാമി കച്ചവടം നടത്തിയെന്നതും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് പോസ്റ്ററുകളുണ്ടായിരുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയിരുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിരുന്നത് സിറ്റിംഗ് MP കൂടിയായിരുന്ന TN പ്രതാപനെയാണ്. എന്നാൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നതോടെ കോൺഗ്രസ് പത്മജയുടെ സഹോദരനായ K മുരളീധരനെ തിടുക്കപ്പെട്ടുകൊണ്ട് തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കി നിയമിക്കുകയായിരുന്നു. പരാജയത്തിന് പിന്നാലെ പ്രചരണത്തിൽ ഉൾപ്പെടെ പാർട്ടി വിട്ടുവീഴ്ച വരുത്തിയതായി ആരോപിച്ചുകൊണ്ട് K മുരളീധരനും തുടർന്ന് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ DCC അധ്യക്ഷൻ ഉൾപ്പെടെ സ്ഥാനമൊഴിയേണ്ടി വന്നിരുന്നു. സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞതിന് പിന്നാലെ TN പ്രതാപനെ KPCC വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം സംഘപരിവാറിന് തൃശൂർ നട തുറന്നു കൊടുത്തത് DCC അധ്യക്ഷനായ ജോസ് വള്ളൂരും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയായിരുന്ന TN പ്രതാപനുമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ AA മുഹമ്മദ് ഹാഷിം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് എന്താകുമെന്ന് ഹാഷിം ചോദിച്ചു. അതായത് സർജിക്കൽ സ്ട്രൈക്കറായ മുരളിക്ക് ഇങ്ങനെ വന്നെങ്കിൽ സാധാരണ പ്രവർത്തകരുടെ ഗതി എന്താകുമെന്നായിരുന്നു ആ ചോദ്യത്തിന്റെ അർത്ഥം. ജില്ലാ നേതൃത്വത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് തോൽവിക്ക് കാരണമെന്നും ഹാഷിം ആരോപിച്ചിരുന്നു. ഒരർത്ഥത്തിൽ 2019 ശേഷം കേരളത്തിൽ കോൺഗ്രസ് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴും കോൺഗ്രസിനുള്ളിൽ തന്നെ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി നിലകൊണ്ടു. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചുവരവ് കോൺഗ്രസ് നടത്തിയിട്ടും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടായിട്ടില്ല. പടലപ്പിണക്കവും ആരോപണങ്ങളും വിവാദങ്ങളും ഇത്തവണയും കോൺഗ്രസിന് വിട്ടൊഴിഞ്ഞില്ല. ഇക്കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഒട്ടുമിക്കവരെയും പറഞ്ഞുവിടുകയും കുറെ പേരെ എതിർചേരിയിലേക്ക് കാലുമാറുകയെല്ലാം തന്നെ ചെയ്തുകൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അതിശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയതാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലേക്ക് ഇടനിലയുടെയും BJPയുടെയും ചാരന്മാർ നുഴഞ്ഞു കയറിക്കൊണ്ട് പാർട്ടിയുടെ ശോഭ കെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് ഈയിടെ വയനാട്ടിൽ നടന്ന അവലോകനത്തിൽ നിന്നും തുടർന്ന് സംഭവിച്ച സംഭവ വികാസങ്ങളിൽ നിന്നെല്ലാം തന്നെ നാട്ടിൽ പാട്ടായ കാര്യമാണ്. വളരെ തിരക്കിലായിരുന്ന പാർട്ടി പ്രസിഡന്റിന്റെ റാലിയിൽ തൂങ്ങിക്കൊണ്ട് ചില ചിത്രശക്തികളെല്ലാം തന്നെ പാർട്ടി തീരുമാനങ്ങൾ എതിരാളികൾക്കും പത്രക്കാർക്കും ചോർത്തിക്കൊടുക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചില പഴയകാല നേതാക്കൾ തന്നെയാണ് എന്നത് മനസ്സിലാക്കാൻ ചില കോൺഗ്രസ് അണികൾക്ക് ആവുന്നില്ല എന്നുള്ള വിമർശനവും ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലേക്ക് ചാരന്മാർ, അതായത് BJPയുടെയും ഇടതിന്റെയും ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ അണികളും പ്രവർത്തകരും തന്നെ പറയുന്ന കാര്യമാണ്. അണികളോ പ്രവർത്തകരോ മാത്രമല്ല, നേതൃനിരയിൽ പോലും അത്തരത്തിലുള്ള സംസാരങ്ങളുണ്ടായിരുന്നു, വിശകലനങ്ങളും ഉണ്ടായിരുന്നു. ഇനി തിരിച്ചറിയേണ്ടത് ആരെല്ലാമാണ് BJPയുടെയും ആരെല്ലാമാണ് ഇടതിന്റെയും ചാരന്മാരെന്ന കാര്യമാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ചാരന്മാരുടെ ലിസ്റ്റ്, അതായത് സംശയമുള്ളവരുടെ ലിസ്റ്റ് നിലവിൽ തന്നെ പ്രവർത്തകരും അണികളും കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നെല്ലും പതിരും മാത്രം ഇനി വേർതിരിച്ചെടുത്താൽ മതി. TN പ്രതാപൻ
ചാരൻ ഏതാണെങ്കിലും BJPയുടെ ചാരനാണ് എന്നുള്ള ഒരു മുദ്രകുത്തൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെല്ലും പതിരും കൂടി വേർതിരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്.